Hello viewers, welcome back to Center Circle Design. Revit Architecture ഫിഫ്ത്ത് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ വാൾ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഞാനിവിടെ വാൾസ് ക്രിയേറ്റ് ചെയ്ത് ഒരു ലേഔട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓട്ടോകാഡ് ഫയലിലെ DWG ഫയൽ ഉപയോഗിച്ച് അത് റെവിറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്താണ് ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം. അതിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ വ്യൂ എടുത്തു. അതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻസേർട്ട് എന്ന ഓപ്ഷൻ. ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം, ലിങ്ക് കാഡ് അതുപോലെ ഇമ്പോർട്ട് കാഡ്. ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ലിങ്ക് കാഡ്. ലിങ്ക് കാഡിൽ ചെയ്ത് നിങ്ങൾക്ക് ഏത് ഫ്ലോർ പ്ലാൻ ആണോ വേണ്ടത് ഒരു കാഡ് ഫയൽ സെലക്ട് ചെയ്യാം. ഞാനിവിടെ പൊസിഷനിങ് മാനുവൽ സെൻറ്റർ എന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ. ഉണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇതിവിടെ പ്ലേസ് ചെയ്യാം, ഒരു പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യാം, എന്നിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് മാനേജ് ലിങ്ക്സ് എന്ന ഓപ്ഷൻ കാണാം. ഇതിൽ നമുക്ക് കാണാം ഇവിടെ കാഡ് ഫോർമാറ്റ്സിൽ നമ്മളിവിടെ കൊണ്ടുവന്ന കാഡ് ഫയലൊക്കെ ഇതിൽ കാണാം. ഇവിടെ കൊണ്ടുവന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. നമുക്ക് റീലോഡ് എന്ന് അൺലോഡ് എന്ന് കൊടുത്താൽ ഇതിവിടെ ഹൈഡായി നിൽക്കും. ഇവിടെ ഹൈഡായി നിൽക്കും. പുതിയ പ്ലാൻസ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആ പ്ലാൻ ഉപയോഗിച്ച് നമുക്ക് വാൾസ് അതിൽ ട്രാക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ഇമ്പോർട്ട് കാഡ് എന്ന് വെച്ചാൽ ഇമ്പോർട്ട് കാഡ് സെയിം മെത്തേഡാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എനിക്കിത് സെലക്ട് ചെയ്തു, മാനുവൽ സെൻറ്റർ എന്നാക്കി കൊടുത്തു, ഓപ്പൺ. ഞാനത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇതിലൂടെ വെച്ച് നോക്കും. ലിങ്ക് കാഡ് പോലെ അത് ഹൈഡ് ചെയ്യാനോ ഒന്നിനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പം നമുക്ക് നേരിട്ട് ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്ത് വാൾസ് ഉപയോഗിച്ച് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഈ ഒരു പ്ലാന് ഗ്രൂപ്പായിട്ടാണ് കിട്ടുന്നത് അല്ലേ. നമുക്കിത് അത് എക്സ്പ്ലോർഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണാം. നമുക്ക് എക്സ്പ്ലോർഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യും. പാർഷ്യൽ എക്സ്പ്ലോർഡ് ഉണ്ട്, ഫുൾ എക്സ്പ്ലോർഡ് ഉണ്ട്, സെലക്ട് ചെയ്യാം. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് വാൾ ഷേപ്സ് ആണ്. ഇതിൽ ആർക്കിടെക്ചറിൽ വാൾ. ഓക്കെ, നമുക്ക് ഇവിടെ ഈ ഒരു ബോക്സിൽ കാണാം കുറേ ഷേപ്സ് കാണാം. നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിരുന്നത് ലൈൻസ് ആണ്. കണ്ടോ, ലൈൻ ഷേപ്പാണ്. ഇതാണ് ഡീഫോൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് ഇവിടെ കാണാം റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നിങ്ങൾ വാൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളിവിടെ ലൊക്കേഷൻ ലൈൻ ശ്രദ്ധിക്കുക, അതുപോലെ ഹൈറ്റ് ശ്രദ്ധിക്കുക. ക്രിയേറ്റ് ചെയ്തെടുക്കാം.
അതുപോലെ ഓഫ്സെറ്റ് കൊടുത്ത് ചെയ്തെടുത്താൽ പുറത്തോട്ട് 10 ഓഫ്സെറ്റിൽ വാൾസ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻസ്ക്രൈബ്ഡ് പോളിഗൺ ഉണ്ട്, സർക്കംസ്ക്രൈബ്ഡ് പോളിഗൺ ഉണ്ട്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. ഒരു സർക്കിളിൻ്റെ ഉള്ളിലായി കിടക്കുന്ന പോളിഗണാണ് ഇൻസ്ക്രൈബ്ഡ് പോളിഗൺ. അതുപോലെ സർക്കിളിൻ്റെ പുറത്തുകൂടെ പോകുന്ന ഒരു പോളിഗണാണ് സർക്കംസ്ക്രൈബ്ഡ് പോളിഗൺ. ഈ ഇൻസ്ക്രൈബ്ഡ് പോളിഗണിൽ നമുക്ക് ഇവിടെ എത്ര സൈഡ്സ് വേണം, അതുപോലെ ഓഫ്സെറ്റ് 0 സൈഡ്സ് കൊടുക്കാൻ നമുക്ക് ഇനി ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് എങ്ങനെയാണ് വേണ്ടത്, എത്ര വേണ്ടത് കൊടുക്കാം. ഞാനിപ്പോൾ 200 കൊടുത്ത് സൈഡ്സ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അതുപോലെ ടാൻജൻറ്റ് എൻഡ് ആർക്ക് കാണാം ഇവിടെ. അത് ടാൻജൻറ്റ് എൻഡ് എന്നുള്ളത് ഏതെങ്കിലും ഒരു വാൾ എൻഡിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വാൾ സെലക്ട് ചെയ്തു. ഇനി അത് ഓട്ടോമാറ്റിക്കലി ഓരോ എൻഡിൽ നിന്ന് കണ്ടിന്യൂസ് ആയി ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി ഇവിടെ ഫില്ലറ്റ് ആർക്ക് നിങ്ങൾക്കറിയാം, 2 വാൾസ് ചേർന്ന് ഒരു ആർക്കായി വരുന്നു. എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം പിക്ക് ലൈൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു അലൈൻമെൻറ്റ് ലൈൻ പിക്ക് ചെയ്ത് വാൾസ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പം ഇവിടെ ഒരു പാർട്ടീഷൻ വാൾ കാണാം. ഈ പാർട്ടീഷൻ വാൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ഈ ലൈൻസ് സെലക്ട് ചെയ്താൽ ചെയ്യാം. പാർട്ടീഷൻ വാൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയാലോ. അത് നമുക്ക് വാൾസിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വാൾ തിക്നെസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഒരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നിങ്ങൾക്ക് വാൾസ് വരുന്നില്ല, പക്ഷേ ഇന്റർലിൻ്റെ മുകളിലായിട്ട് ബീംസ് വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഇതിൻ്റെ ഇവിടെ ലിൻഡൽ ഹൈറ്റിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരെ ഒരു വാൾസാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതിനു മുമ്പ് ഞാൻ ചെറിയൊരു മോഡിഫൈ ടൂൾ പറഞ്ഞു തരാം. ഇവിടെ മോഡിഫൈയിൽ നമുക്ക് ഇവിടെ കാണാം ട്രിം എന്ന ഓപ്ഷൻ. നമുക്ക് CAD ഫയലിലുള്ള പോലെ തന്നെ ട്രിം എന്ന ഓപ്ഷൻ ഇവിടെ കാണാം. ഇത് സെലക്ട് ചെയ്യാതെ നമുക്ക് 2 കോർണേഴ്സിനെ, നമുക്ക് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള 2 വാൾസിനെ നമുക്ക് സെലക്ട് ചെയ്ത് ഇങ്ങനെ ആക്കി എടുക്കാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം ട്രിം ഓർ എക്സ്റ്റെൻഡ് സെലക്റ്റഡ് എലമെൻറ്റ്. അത് പറഞ്ഞാൽ ഒരു സെലക്റ്റഡ് എലമെൻറ്റിലേക്ക് ഒരു വാൾ എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ ട്രിമ്മായി ഞാനൊരു ബേസ് എലമെൻറ്റ് സെലക്ട് ചെയ്തു. ഈ വാൾ ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം.
എക്സ്റ്റെൻഡ് ആയി. അതുപോലെ ഇത് ഒന്നിലധികം മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്ത് ഈ ഒരു നമ്മൾ എൻ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് സെലക്ട് ചെയ്ത് പോയാൽ മതി. സെലക്ട് ചെയ്ത് ഈ വാൾസ് വീണ്ടും ഇതിലേക്ക് അറ്റാച്ച് ചെയ്യും. ഇത് മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഈ ഒരു വാൾ നമുക്ക് ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സ്പ്ലിറ്റ് എലമെൻറ്റ് എന്ന ഓപ്ഷൻ. മോഡിഫൈയിൽ സ്പ്ലിറ്റ് എലമെൻറ്റ് എന്ന ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത ഒരു പെൻസിൽ മാർക്ക് ഇവിടെ കാണാം. നമുക്കിവിടെ കൊണ്ടുവന്ന് കറക്റ്റ് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് ചെയ്തു. ഇനി കാണാൻ നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് വാളായിട്ട് ഈ 2 ടൂൾസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എനിക്കിത് ലിൻഡൽ ഹൈറ്റിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന വാളാണിത്. ലിൻഡലിൽ നിന്ന് സിറ്റ് ഔട്ടല്ലേ. അപ്പോൾ അതിന് ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇവിടെ പ്രോപ്പർട്ടീസ് പാനലിൽ ബേസ് കൺസ്ട്രെയിൻ അതുപോലെ ടോപ്പ് കൺസ്ട്രെയിൻ കാണാം. അത് ബേസ് കൺസ്ട്രെയിൻ ഒന്നുകിൽ നിങ്ങൾ സൺഷെയ്ഡ് എന്നൊരു ലെവൽ ക്രിയേറ്റ് ചെയ്ത് 210 ഹൈറ്റിലെ ലെവൽ ക്രിയേറ്റ് ചെയ്ത് അത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ബേസ് ഓഫ്സെറ്റ് എന്ന് കൊടുക്കുക. ബേസ് ഓഫ്സെറ്റ് 210 എന്ന് ടൈപ്പ് ചെയ്തു അപ്ലൈ. ഓക്കെ, ഇപ്പം ഞാൻ ഇതിവിടെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഇതിൻ്റെ ഹൈറ്റ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ കാണാം 90. അതുപോലെ ഇത് സെലക്ട് ചെയ്തു അഥവാ ടോപ്പ് കൺസ്ട്രെയിൻ അൺകണക്റ്റഡ് ആണ് കൊടുത്തതെന്ന് വെച്ചാൽ ഇതിവിടെ മാറിയിട്ടില്ലെങ്കിൽ 90 എന്ന് ടൈപ്പ് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് വാൾസ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് പ്ലിന്ത് ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ പ്ലിന്ത് ആഡ് ചെയ്തിട്ടില്ല ഇവിടെ. അതിന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ സാധാരണ ഇപ്പോൾ ഉള്ള വീടുകൾക്ക് പ്രൊജക്ഷൻ കൊടുക്കാതെയാണ് പ്ലിന്ത് കൊടുക്കാറുള്ളത്. നമുക്കതുപോലെ തന്നെ ചെയ്യാം. അതിന് ഞാൻ വാൾസ് സെലക്ട് ചെയ്തു. ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഇങ്ങനൊരു വാൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അതിന് നമുക്ക് ആദ്യം ഇവിടെ സെറ്റ് ചെയ്യാം. ഞാനിവിടെ സെറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പോലെ തന്നെ ബേസ് കൺസ്ട്രെയിൻ പ്ലിന്ത് കൊടുക്കുക. ഗ്രൗണ്ട് ഫ്ലോർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പിക്ക് ലൈൻസ് എന്ന ഓപ്ഷനിൽ ഞാനിവിടെ ഇപ്പോൾ ഞാൻ വാൾ സെൻറ്റർ ലൈനാണ് സെലക്ട് ചെയ്യുന്നത്. വെച്ച് ഞാൻ ലൊക്കേഷൻ ഈ ഒരു ഇങ്ങനെ ഒരു അലൈൻമെൻറ്റ് ലൈൻ കാണാം സെൻറ്ററിൽ. നിങ്ങൾ പ്രത്യേകം റെവിറ്റ് ആർക്കിടെക്ചറിൽ വാൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 വാൾസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ ഇവിടെ എറർ സിമ്പിൾ കാണിക്കും.
ഇതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് പ്രൊജക്ഷനുള്ള ഒരു പ്ലിന്താണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വാൾസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതിൻ്റെ തിക്നെസ് 45 ആക്കി കൊടുത്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ വാൾ സെൻറ്റർ ലൈൻ ഉപയോഗിച്ച് സെൻറ്റർ ലൈനോടെ ക്ലിക്ക് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് പ്രൊജക്ഷനുള്ള കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ഫീഡ്ബാക്സിനായി കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ വീഡിയോസ് ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.